യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിന്റെ കാലിടറി, യൂദ നിബദിച്ചു. എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു. അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോദോമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു. അവർക്കു ദുരിതം, അവർ തങ്ങളുടെ മേൽ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു. നീതിമാന്മാരോട് പറയുക, നിങ്ങൾക്ക് നന്മ വരും, നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. ദുഷ്ടന് ദുരിതം, അവന്റെ മേൽ തിന്മ വരുന്നു, അവൻ ചെയ്തത് അവനോടും ചെയ്യും. ഓർമ്മിക്കുക, സഭയിൽ ദൈവിക സാന്നിധ്യമുണ്ടെന്നും സഭ രക്ഷാമാർഗമാണെന്നുമുള്ളതിന്റെ ശക്തമായ തെളിവാണ് സഭയെ തകർക്കാൻ സാത്താനും സാത്താൻ സേവകക്കാരും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവശക്തി കുറവുള്ളിടത്ത് ഒരിക്കലും സാത്താൻ ഉപദ്രവിക്കുകയില്ല. മിശിഹ സാത്താനെ എങ്ങനെ നേരിട്ടുവോ അപ്രകാരം സഭയും സാത്താനെ നേരിടേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിനാൽ തകർക്കപ്പെട്ട സാത്താനെയാണ് സഭ നേരിടുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് സധൈര്യം മുന്നേറാൻ കഴിയും. സഭ മിശിഹായുടേതാണെന്നതിന്റെ വലിയ തെളിവാണ് സഭ കടന്നുപോകുന്ന സഹനങ്ങൾ. സഭയെ നിർമ്മല വധുവായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കാൻ മിശിഹ അവളെ വിശുദ്ധീകരിക്കുകയും കറയോ കളങ്കമോ കുറവുകളോ ഇല്ലാത്തവളായി മാറ്റുകയും ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ ശൂന്യവൽക്കരണവും എളിമപ്പെടുത്തലും. ഇത് ഈശോ സഭയെ ഏറെ സ്നേഹിക്കുന്നുവെന്നതിന്റെ തെളിവും സഭയെ ദൈവം കൈവിടില്ല എന്നതിന്റെ സാക്ഷ്യവുമാണ്. ശൂന്യവൽക്കരിക്കപ്പെട്ട സഭയെ മിശിഹ മഹത്വപൂർണയായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കും. കാൽവരിയിൽ മറിയം തന്റെ പുത്രന് എങ്ങനെ സമാശ്വാസമായി നിലകൊണ്ടോ അതിലുപരിയായി സമാശ്വാസവും പ്രത്യാശയും നൽകിക്കൊണ്ട് സഭയ്ക്കായി മറിയം നിലകൊള്ളും. കുരിശിലായിരുന്ന മിശിഹ കുരിശിലേറാൻ പോകുന്ന സഭയെ കണ്ടുകൊണ്ട് മറിയത്തെ അമ്മയായി നൽകുകയായിരുന്നു. മറിയം കാൽവരിയിൽ വെച്ച് ഭരമേറ്റ ദൗത്യം സഭയ്ക്കായി ഈ കാലഘട്ടങ്ങളിൽ നിർവഹിക്കുകയാണ്. ആകയാൽ സഭയിൽ ഇടർച്ച തോന്നുന്നവർ ഉടൻ തന്നെ മറിയത്തിൽ അഭയം പ്രാപിക്കട്ടെ. സഭ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ കണികകളായ നമ്മൾ ഓരോരുത്തരും സഭയോട് ചേർന്നു നിന്ന് സഹനത്തെ നേരിടാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സിയോൻ ശാലയിലെ നീറും ആകുല ചിത്തങ്ങൾ
ആത്മാവിൽ നിറയാൻ സ്നേഹത്താരാട്ടായമ്മ, സിയോൻ ശാലയിലെ നീറുന്നാകുല ചിത്തങ്ങൾ. ആത്മാവിൽ നിറയാൻ സ്നേഹത്താരാട്ടായമ്മ, മക്കളെ ഓർത്തിനിയും തോരാതൊഴുകും പ്രാർത്ഥനകൾ ഒപ്പിയെടുക്കുന്ന സ്നേഹത്തൂവാലയമ്മ. ഒരമ്മയായി ദൈവം തെളിയുന്ന സ്നേഹക്കണ്ണാടിയാണമ്മ. ആ അമ്മ തൻ കുഞ്ഞായി മാറ്റുന്ന സ്നേഹത്തിൻ മന്ത്രം ജപമാല. മകനുടെ നിഴലായി നീങ്ങും സ്നേഹിതയാണമ്മ, എന്നുടെ മിഴി നനയും നേരം ഒഴുകും മിഴിയമ്മ. മകനുടെ നിഴലായി നീങ്ങും സ്നേഹിതയാണമ്മ, എന്നുടെ മിഴി നനയും നേരം ഒഴുകും മിഴിയമ്മ. കുരിശിൻ ചാരെ വരും എന്നുടെ വീട്ടിൽ വരുമമ്മ, സങ്കടരാവുകളിൽ എന്നുടെ സങ്കീർത്തനമമ്മ. സേറാഫുകൾ ചിറകു വിരിച്ചാലും മാതാവിൻ കൃപയല്ലോ മുന്നിൽ. ക്രോവേന്മാർ ആരാധിച്ചാലും മാതാവിൻ സ്തുതിയല്ലോ മുന്നിൽ. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? ആവേ 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 മരിയ, ആവേ 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 മരിയ.